ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ഡിസൈനർ കുർത്തിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ആൻറ്റി ഗോൾഡ് കട്ട് ബീഡ്സ്, സിൽവർ കട്ട് ബീഡ്സ്, പിന്നെ പിങ്ക് കളറുള്ള സീക്വൻസും ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലുള്ള ഒരു സിൽക്ക് ത്രെഡുമാണ്. ഡിസൈന് കുർത്തിയുടെ യോക്കിലേക്കൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ സ്റ്റെമ്മിൻ്റെ വർക്കാണ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ആൻറ്റി ഗോൾഡ് കട്ട് ബീഡ്സ് ആണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നീഡിൽ ഇതുപോലെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഓരോരോ കട്ട് ബീഡ്സ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. നീഡിൽ നമ്പർ 12 ആണ് ഞാനിവിടെ എടുത്തേക്കുന്നത് കേട്ടോ. എന്നിട്ട് ബീഡ് ഇതുപോലെ എടുത്തിട്ട് ബാക്കിലേക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ നീഡിൽ എടുക്കേണ്ടത് അതിൻ്റെ കുറച്ച് ഫ്രണ്ടിലായിട്ട് ഇതുപോലെ നീഡിൽ എടുക്കുക. എന്നിട്ട് വീണ്ടും ബീഡ് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇത് ചെയ്യുന്നത് ബാക്ക് സ്റ്റിച്ചിൻ്റെ രീതിയിലാണ് കേട്ടോ ഞാൻ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടെ ബീഡ് ഇളകി പോകാനുള്ള ചാൻസ് കുറവായിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് കംഫർട്ടബിൾ അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഇത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ബീഡ്സ് ഇളകി പോകുകയില്ല. ഇനി ലീഫ് വർക്ക് ചെയ്യാനായിട്ട് ലീഫിൻ്റെ ടിപ്പിൽ നിന്ന് ഇതുപോലെ നീഡിലെടുത്തിട്ട് അതിലേക്കൊരു 4 കട്ട് ബീഡ്സ് നമുക്ക് ഒന്നിച്ച് ഇതുപോലെ എടുക്കാം. എന്നിട്ട് ചെരിച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുവാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു 3 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ ലീഫിൻ്റെ ഷേപ്പ് ഏകദേശമൊക്കെ കറക്റ്റ് ആവും. അപ്പോൾ നമ്മുടെ ലീഫിൻ്റെ സൈസ് എത്രയുണ്ടോ അതിനനുസരിച്ച് വേണം കേട്ടോ നമ്മൾ ബീഡ്സ് വെച്ച് കൊടുക്കുകയും അതുപോലെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയും ചെയ്യേണ്ടത്. നെക്സ്റ്റ് പെയർ ചെയ്യാനായിട്ട് സിൽവർ കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് ലീഫ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മാറ്റി മാറ്റി വേണം വെച്ച് കൊടുക്കാനായിട്ട്. ആദ്യത്തെ ആൻറ്റി ഗോൾഡ് കട്ട് ബീഡായിരുന്നു, നെക്സ്റ്റ് സിൽവർ കട്ട് ബീഡ്. അങ്ങനെ ആ ഒരു രീതിയിൽ മാറ്റി മാറ്റി കൊടുക്കണം. ഇനി സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ഫ്ലവറാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നീഡിൽ ഇതുപോലെ എടുത്തിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ നീഡിൽ താഴ്ത്തിയ ശേഷം ആ സ്ക്വയറിൻ്റെ കോർണർ ഉണ്ടല്ലോ ആ ഒരു ഭാഗത്തേക്ക് വേണം നീഡിൽ വീണ്ടും പൊക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് ലേസി ഡേസി സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ ഈ ഫസ്റ്റ് ലേസി ഡേസി എന്ന് പറയുന്നത് കുറച്ച് ലെങ്ത് ആയിട്ടുള്ളതാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ ആ കോർണറിലേക്ക് ഇതുപോലെ നീഡിൽ താഴ്ത്തിയെടുത്ത് ഫസ്റ്റ് പെറ്റൽ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇനി അതിൻ്റെ 2 വശത്തേക്കും വീണ്ടും ലേസി ഡേസി തന്നെ ചെയ്തെടുക്കണം. ആ ഒരു സ്ക്വയർ ഷേപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ലേസി ഡേസിയുടെ പെറ്റൽസ് ആണ് കേട്ടോ ചെയ്ത് കൊടുക്കേണ്ടത്. റൗണ്ട് ഫ്ലവറിൽ നമ്മൾ സീക്വൻസ് വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ നീഡിൽ ഞാൻ ഇതുപോലെ സർക്കിളിൻ്റെ ഇൻസൈഡിൽ നിന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു സീക്വൻസ് എടുത്തിട്ട്
നമ്മൾ പ്ലേസ് ചെയ്ത് കൊടുക്കുന്നത് ആ റൗണ്ടിൻ്റെ ബോർഡർ ഉണ്ടല്ലോ അവിടെ വേണം പ്ലേസ് ചെയ്ത് കൊടുക്കാനായിട്ട്. ആദ്യം ഔട്ടർ ബോർഡർ വേണം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഓരോന്നോരോന്നായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. ഔട്ടർ ബോർഡർ സ്റ്റിച്ച് ചെയ്ത ശേഷം നമ്മൾ ഇതുപോലെ ഇൻസൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ 2 സീക്വൻസ് നടുക്ക് വരുന്ന പോലെ വേണം കേട്ടോ ഇൻസൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ ഒരു 3 പ്രാവശ്യം ഇതേ രീതിയിൽ തന്നെ നമ്മൾ ചെയ്ത് കഴിയുമ്പം ആ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ആവും. അതിൻ്റെ നടുക്കായിട്ട് നമുക്കൊരു റൗണ്ട് ബീഡും കൂടെ പ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഒരു ലൈറ്റ് ആഷ് കളറുള്ള ത്രെഡ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് 3 സ്റ്റാൻഡ്സ് എടുത്തിട്ട് 2ആയിട്ട് മടക്കിയേക്കുവാണ് കേട്ടോ. ഇനി ഇതുപോലെ എടുത്തിട്ട് ലോങ് ഫ്രഞ്ച് നോട്ട് ആ റൗണ്ടിന് ചുറ്റുമായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. ഇതാണ് നമ്മുടെ കുർത്തിയുടെ ഫൈനൽ ലുക്ക്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ. യോക്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഡിസൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ആർക്കെങ്കിലും ഈ ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.